ത്രില്ലർ ഫിലിംസ് ഇഷ്ടമുള്ളവർക്ക് മസ്റ്റായിട്ട് കാണാൻ പറ്റിയ പടമാണ്. ആസിഫലി ബിജുവിന് കോമ്പിനേഷനാണ് പടത്തിന് ഹൈലൈറ്റ്. നമ്മൾ ഈ അയ്യപ്പനും കോശിയിലെ ബിജുവിൻ്റെ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ഈ പടത്തിലെ ഒരു കിട്ടിയിട്ടുണ്ട്. ഇവർ രണ്ടും കൂടി പക്ക ഫയറാണ്. പിന്നെ ജിസ്റ്റോടെ ആസിഫിലോട് ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ നല്ല എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റ് ഉണ്ട്. എടുത്തു പറയേണ്ടത് ദീപ് ദേവിന്റെ ബിജിഎമ്മാണ്. അത് നല്ല രീതിയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പടം കയറി കത്തും ഉള്ള എല്ലാ ചാൻസസും ഉണ്ട്. പിന്നെ ആസിഫലിക്ക് തിരിച്ചു വരാവുന്നില്ല, പക്ഷെ ആസിഫിലോട് തിരിച്ചു വരാൻ തന്നെ ആയിരിക്കും. കാരണം ആസിഫിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ബിജുവിനും ആസിഫും കൂടെ കൂടുമ്പോൾ കിട്ടുന്ന ഒരു ഫയർ ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് വാച്ച് തന്നെയാണ്. ഈ പടത്തിൽ ജിസ്ജോയുടെ സംവിധാനം എങ്ങനെയാണ്? ജിസ്റ്റോയി നല്ല കഴിവ് തെളിയിച്ച ഡയറക്ടർ ആണല്ലോ. പിന്നെ എക്സ്പെഷ്യലി ആസിഫ് കൂടെ വരുമ്പോൾ ആ കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും. അപ്പൊ അത് ഈ പടത്തിലും വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എടുത്തു പറയാനുള്ളത്. കൊള്ളാം. കണ്ടില്ല. ഇഷ്ടപ്പെടാണ്ട് നിങ്ങൾ അഭിനയിക്കോ? നിങ്ങളാരും കണ്ടില്ലേ? കണ്ടില്ല. ഇല്ലേ? അപ്പൊ കാണൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. കാരണം കണ്ടവരെല്ലാം ഇതുവരേക്കും നല്ലൊരു റിപ്പോർട്ടാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ എല്ലാരും കാണും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജിസേട്ടന്റെ പുതിയൊരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കാണാൻ പറ്റുന്ന ചിത്രമായിരിക്കും. അതെന്തായാലും സൂപ്പറാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നല്ല കട്ടക്ക് നിൽക്കുന്ന ഒരു കട്ടക്ക് നിന്ന് അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. എന്തായാലും കാണും കേട്ടോ. നല്ല റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ജിസേട്ടന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ചിത്രം ഒരു പക്ഷെ മേ ബി ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മേ ബി അങ്ങനെ വിചാരിച്ചവർക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയുടെ തുടക്കത്തിലൊക്കെ ഈഗോ ക്ലാഷ് ഉണ്ട്. കണ്ടിട്ട് നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. ത്രില്ലറാണ്, സസ്പെൻസ് ആണ്. രണ്ടുപേരും തമ്മിലുള്ള ഈഗോയും അതൊക്കെ വർക്ക് ആയിട്ടുണ്ട്. നല്ല സിനിമയാണ്.